എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെർഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വയനാട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായവർക്കുള്ള തിരച്ചിൽ 4ാം ദിവസവും പുരോഗമിക്കുന്നു. 40 അംഗ സംഘങ്ങളായി തിരിഞ്ഞ് 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് പ്രത്യേക സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ചാലിയാറിലുടനീളം റിവർ കോമ്പിംഗ് നടത്തുകയാണ്. ചാലിയാറിലെ തിരച്ചിലിന് നേവിയുടെ സഹായവും തേടിയിട്ടുണ്ട്. രക്ഷാദൌത്യം 4ാം ദിവസവും അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ബെയിലി പാലം തുറന്നതോടെ ദൌത്യം കൂടുതൽ വേഗത്തിലായിട്ടുണ്ട്. ഇടയ്ക്കിടെയുണ്ടാവുന്ന കനത്ത മഴ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാവുന്നുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന 6 പേരെ പടവെട്ടിക്കുന്നിൽ ജീവനോടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ സൈന്യം രക്ഷപ്പെടുത്തി. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് 6 മേഖലകളായിട്ടാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത്. അട്ടമല, ആറന്മല പ്രദേശമാണ് ആദ്യ മേഖല. മുണ്ടക്കൈ 2ഉം പുഞ്ചിരിമട്ടം 3ഉം സോണുകളാണ്. വെള്ളാറമല വില്ലേജ് റോഡ് 4ഉം GVHSS വെള്ളാറമലയെ 5ഉം ചൂരൽമല പുഴയുടെ അടിവാരത്തെ 6 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ചാലിയാറിലും പുഴയൊഴുകുന്ന ഉൾവനത്തിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. റഡാർ സംവിധാനവും ഹെലികോപ്റ്ററുകളും തിരച്ചിലിന് ഉപയോഗിക്കും. ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് 60 മൃതദേഹങ്ങളും 115 മൃതദേഹാവശിഷ്ടങ്ങളുമാണ്. ഇതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് 143 എണ്ണം വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൃഷിമന്ത്രി P. പ്രസാദ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി പ്രത്യേക യോഗം ചേർന്നു. സമാനതകളില്ലാത്ത ദുരന്തമാണ് സംഭവിച്ചതെന്നും തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേഗത കൂട്ടുമെന്നും യോഗത്തിൽ മന്ത്രി പറഞ്ഞു. സമാനമായ അഭിപ്രായങ്ങൾക്ക് ഉയർന്നുവന്നതും ചാലിയാറിന്റെ ചില കേന്ദ്രങ്ങൾ മുതൽ വീണ്ടും നമുക്ക് പരിശോധന ആവശ്യമാണ്. ശരീരഭാഗങ്ങൾ മറ്റു പലയിടങ്ങളിൽ കാണുന്നതിന്റെ അതിന്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി നമുക്ക് പൂർത്തിയാക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് അഫക്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്ന ഈ ഭാഗത്തില്ല, അതെല്ലാം ഈ പറയുന്ന തരത്തിൽ വന്ന ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അത് എങ്ങനെയെല്ലാമാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. നമ്മുടെ ഈ ജില്ലയുടെ ഭാഗങ്ങളിൽ, നിലമ്പൂരിന്റെ ഭാഗങ്ങളിൽ നമുക്ക് ഇനിയും ചില പരിശോധനകളൊക്കെ നടത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ടതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. PV അൻവർ MLA, ജില്ലാ കളക്ടർ VR വിനോദ്, DMO ഡോക്ടർ R രേണുക, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപാസ്, വണ്ടൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.